അപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് ഈ ഒരു മെഷീൻ ലേണിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. എങ്കിൽ ഞാൻ പറയും യെസ് വി നീഡ്. എന്ന് വെച്ച് നമുക്ക് ഈ ഒരു മാത്സിൽ നമുക്കൊരു പ്രൊഫസർ ലെവലിലാവണമെന്നൊന്നല്ല. മാത്സിൽ 4 മെയിൻ കോൺസെപ്റ്റുകളുണ്ട്, അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റമാണ് ലീനിയർ ആൾജിബ്ര. അപ്പോൾ ഈ ഒരു മെഷീൻ ലേണിംഗ് ആൽഗോരിതം വർക്കാവുന്നത് ഡേറ്റാസ് കൊണ്ടാണ്. ഓക്കെ, ഡേറ്റകൾ വെച്ചാണ്. അപ്പോൾ ബില്യൺസ് ഓഫ് ഡേറ്റ വെച്ചാണ് ഈ ഒരു മെഷീൻ ലേണിംഗ് ആൽഗോരിതം വർക്കാവുക. അപ്പോൾ ഈ ഒരു ആൽഗോരിതം വർക്കാവണമെങ്കിൽ അവിടെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഡേറ്റാസിനെ ട്രീറ്റ് ചെയ്യുന്നത് വെക്റ്റേഴ്സും മാട്രീസസുമായിട്ടാണ്. അപ്പോൾ ഈ വെക്റ്റേഴ്സ് ആൻഡ് മാട്രീസസ് വരുന്നത് ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന മാത്സിൻ്റെ ഒരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റാസൊക്കെ സ്റ്റോർ ആയിരിക്കുന്നത് വെക്റ്റേഴ്സ് ആൻഡ് മാട്രീസസ് ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഒരു മാട്രിക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല, അറിയില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു ആൽഗോരിതം മെഷീൻ ലേണിങ്ങിൻ്റെ ബിഹൈൻഡിൽ ഡേറ്റാസിനെ പ്രോസസ്സ് ചെയ്യുന്ന ആൽഗോരിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ബിക്കോസ് all at the end everything is in matrices and വെക്റ്റേഴ്സ്. സോ അവിടെയാണ് ലീനിയർ ആൾജിബ്ര എന്നുള്ള മാത്സിൻ്റെ ഒരു കോൺസെപ്റ്റ് വരിക. രണ്ടാമത്തത് വരുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന മാത്സിൻ്റെ രണ്ടാമത്തെ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ ഹാർട്ട് എന്നറിയപ്പെടുന്നത് ഒപ്റ്റിമൈസേഷനാണ്. അപ്പോൾ ഈ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ടോപ്പിക്സാണ് ഡെറിവേറ്റീവ്സ് ആൻഡ് ഗ്രേഡിയൻസ്. അപ്പോൾ ഈ രണ്ടും വരുന്നത് കാൽക്കുലസിലാണ്. അപ്പോൾ ഈ ഒരു കാൽക്കുലസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കോഡ് എടുത്തു ഇവിടെ പേസ്റ്റ് ചെയ്തു, മെഷീൻ ലേണിങ്ങിൻ്റെ ആ ഒരു ആൽഗോരിതമിൽ പേസ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ സെക്കൻഡ് കോൺസെപ്റ്റ് ഈസ് കാൽക്കുലസ്. അപ്പോൾ മൂന്നാമതായി വരുന്നത് പ്രൊബാബിലിറ്റി തിയറി. എന്താണ് പ്രൊബാബിലിറ്റി തിയറി എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഈ ഒരു മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് നമുക്കിങ്ങനെ പറയാം, പ്രൊബാബിലിറ്റി അണ്ടർ അൺസർട്ടിനിറ്റി. അതായത് നമുക്കൊരു ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണ് അല്ല അത് അസത്യമാണ് എന്ന് പറയുന്ന ഒരു ഘടകം. മാത്രവുമല്ല എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് നമ്മുടെ മോഡൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അവിടെ പ്രൊബാബിലിറ്റി തിയറിയും അതേപോലെ തന്നെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. സോ അത് ഈ ഒരു പ്രൊബാബിലിറ്റി തിയറിയിലാണ് വരുന്നത്. പിന്നെ നാലാമതായി വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന 4 കോൺസെപ്റ്റാണ് മീൻ, വേരിയൻസ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, അതേപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ്റർവൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അറിയിച്ചു തരും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡൽ ആക്ച്വലി അത് ലേണിങ്ങിലാണോ അല്ല ജസ്റ്റ് ഒരു മെമ്മറൈസിങ് ആണോ എന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 4 കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പഠിക്കാം. അതെന്തായാലും ഈ ഒരു സീരീസിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഒന്ന് നമ്മുടെ ഈ ഒരു മാത്സിൽ കംപ്ലീറ്റായിട്ട് നമ്മൾ റെഡിയാകുക. പിന്നെ നമ്മൾ പ്രോഗ്രാമിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ